Hi guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെ മുടി ഒഴിച്ചിലും താരനും പെട്ടെന്ന് തന്നെ മാറ്റാം എന്നുള്ളത്. അപ്പോൾ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ മുടി ഒഴിച്ചിലുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ആഴ്ചയിൽ 2 തവണ ഇടുന്നത് നല്ലതാണ്. അതേസമയം സാധാരണ രീതിയിലുള്ള മുടി ഒഴിച്ചിലൊക്കെ ആണെങ്കിൽ നമുക്കിത് ആഴ്ചയിൽ 1 തവണ ചെയ്യുന്നത് മുടിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടിപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഇനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. കുറച്ച് ഐറ്റംസ് വേണം. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ നല്ല ഫ്രഷ് കറ്റാർവാഴ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം ഫ്രഷ് കറ്റാർവാഴ മിക്കവരും വീട്ടിലില്ലെങ്കിൽ നമുക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന കറ്റാർവാഴയുടെ ജെല്ല് യൂസ് ചെയ്യാം. അതൊരു 2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. പിന്നെ തൈര്, പിന്നെ അതുപോലെ തന്നെ കടലമാവ്, പിന്നെ ഉലുവ നിങ്ങൾ എന്നാണ് ഈ പാക്ക് ഇടുന്നത് അതിൻ്റെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. കുതിർത്തിയ ഉലുവയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ കറിവേപ്പില, അതായത് കറി ലീവ്സ്, അതും ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ഓയിലാണ്, അതായത് ഇപ്പോൾ വേണമെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാച്ചിയ എണ്ണ, അത് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു പാക്കിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ, തലയിൽ പുരട്ടാൻ യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാച്ചിയ എണ്ണയാണെങ്കിൽ അതും കൂടെ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുക. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന കാച്ചിയ എണ്ണയാണ്. ഞാൻ ഓൾറെഡി ഇവിടെ എണ്ണ കാച്ചി വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ള എണ്ണ. ഇത് ജസ്റ്റ് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ കറ്റാർവാഴയൊക്കെ ഇട്ട് തിളപ്പിച്ച എണ്ണയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അപ്പോൾ ദേ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ തലോട്ടിയിൽ അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ മുടിയിലും ബാക്കി തേക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. ഫസ്റ്റ് ഓയിലോ അല്ലെങ്കിൽ പാക്കോ എന്ത് യൂസ് ചെയ്യുന്നതിന് മുമ്പും നല്ല രീതിയിൽ ഹെയർ ഒന്ന് കോംബ് ചെയ്യുക കേട്ടോ. ചടയൊക്കെ കളഞ്ഞിട്ട് വേണം പാക്കും ഇതൊക്കെ ഇടാനായിട്ട്.
അപ്പോൾ പാക്ക് മൊത്തം അപ്ലൈ ചെയ്തു. ഇനി ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് തലയിൽ. നേരത്തെ ഞാൻ ക്യാമറയുടെ മുമ്പിൽ കൂടെ ഇട്ട കാരണം എനിക്ക് ചില സ്ഥലത്തൊക്കെ വിട്ടുപോയോ എന്നൊരു ഡൗട്ട്. അപ്പം ഞാൻ ബാക്കിയുള്ളത് ഞാൻ റൂമിൻ്റെ അകത്ത് മിററിൽ പോയി ഫുൾ ഫില്ല് ചെയ്തു. അപ്പോൾ ഇതേപോലെ നിങ്ങളും അപ്ലൈ ചെയ്യുന്നുണ്ട്. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഈ ഹെയർ പാക്കൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞു. ഞാനൊരു 30 മിനിറ്റ്സ് വെച്ചിട്ടാണ് വാഷ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. ഞാൻ ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്തത്. കാരണം എനിക്കങ്ങനെ ഓയിൽ മുടിയിലിരിക്കുന്ന അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷാമ്പു യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു അവോയ്ഡ് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. പിന്നെ നല്ല രീതിയിൽ ഹെയർ ഫോളും ഡാൻഡ്രഫും ഉള്ളവർ ആഴ്ചയിൽ 2 തവണ ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ്. ബൈ.